എന്താണോ നമ്മുടെ ആവശ്യം അതനുസരിച്ചിട്ട് നമുക്ക് മെഷീൻ പർച്ചേസ് ചെയ്യുന്നതാണ് നല്ലത്. സാധാരണ ഇപ്പോൾ ഒരു പിന്നി പോയ ഡ്രസ്സ് തയ്ക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു ഡ്രസ്സ് തയ്ക്കാനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണ നോർമൽ മെഷീൻ മതി. അതല്ല നിങ്ങൾക്ക് അത്യാവശ്യം പുറത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, ഈ ഒരു ഷോപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഡബിൾ മെഷീൻ തന്നെ ധാരാളമാണ്. മോട്ടർ പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ടേബിൾ ടോപ്പ് മെഷീന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റിച്ചസ് അവൈലബിൾ ആണ്, നമുക്ക് ക്യാരി ചെയ്യാൻ എളുപ്പമാണ്, അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നേരം തയ്ക്കാൻ വേണ്ടി പറ്റില്ല. ഒത്തിരി നേരം തയ്ക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, ആ മെഷീൻ ഹീറ്റ് ആവും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തയ്ക്കാനുള്ള ഒരു ഉദ്ദേശത്തിന്റെ പുറത്താണ് വാങ്ങിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലോണം ഓർഡറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ടേബിൾ ടോപ്പ് മെഷീൻ വാങ്ങിക്കാൻ പാടില്ല. വാങ്ങിക്കാം എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ തയ്ക്കാനേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് തയ്ക്കാനേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് വാങ്ങിക്കാം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പൊക്കെ നടത്തുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഓവർലോക്ക് മെഷീൻ ഇല്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റിച്ചസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, സ്കാലപ്പ് ഒക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡബിൾ മെഷീൻ്റെ കൂടെ എന്ത് ചെയ്യാം, ഒരു ടേബിൾ ടോപ്പ് മെഷീനും കൂടി ഓപ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. കാരണം ടേബിൾ ടോപ്പ് മെഷീനിൽ 6 ആക്ക് കൊണ്ടൊരു സ്റ്റിച്ച് ഉണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തൽക്കാലമൊക്കെ ഒന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പവർ മെഷീന്റെ കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി തയ്ക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് ഒക്കെ എടുത്ത് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പവർ മെഷീനാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. പവർ മെഷീൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമൽ മെഷീനോ ഡബിൾ മെഷീനോ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ തോന്നില്ല. കാരണം അത്രയും സ്പീഡിലാണ് പവർ മെഷീന്റെ സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് 20,000 അബവ് ആണ് പവർ മെഷീന്റെ റേറ്റ്. എല്ലാവരുടെ കയ്യിൽ ഉണ്ടെന്ന് കരുതി നിങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ ആവശ്യം, അല്ലെങ്കിൽ നിങ്ങളുടെ നീഡ്സ് എന്താണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മെഷീൻ വാങ്ങിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ.